Hello and welcome back to my channel. ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ് യോഗർട്ട് ഐസ്ക്രീം കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോകാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് 1 by 1 ആയിട്ട് നമുക്ക് കാണാം. നമുക്കിനി വിപ്പിംഗ് ക്രീമാണ് വേണ്ടത്. വിപ്പിംഗ് ക്രീം നമുക്ക് പൗഡറോ അല്ലെങ്കിൽ ക്രീമായിട്ട് മേടിക്കാനോ നമുക്ക് കിട്ടും. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് പൗഡറാണ്. പൗഡറാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ബീറ്റ് ചെയ്ത് നന്നായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ വിപ്പിംഗ് ക്രീം ആണെങ്കിലും കുറച്ച് നേരം നമ്മൾ ബീറ്റ് ചെയ്യണം. പക്ഷേ ഇതാണെങ്കിൽ ഓൾറെഡി ഷുഗർ കണ്ടൻ്റ് ഒക്കെ ഉണ്ട്, നമ്മൾ എക്സ്ട്രാ ആയിട്ടൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മൾ നേരിട്ട് പാലെടുക്കുക. ഒരു 150 ml ഓഫ് പാലിനകത്തേക്ക് ഈ 2 പാക്കറ്റ് അതിനകത്തേക്ക് ഇടുക. എന്നിട്ട് നന്നായി വിപ്പ് ചെയ്തെടുക്കുക. ഐസ്ക്രീമിനാണെങ്കിൽ 1 പാക്കറ്റ് ഇട്ടാൽ മതി. അല്ല ഡെസേർട്ടിന് അല്ലെ കേക്ക് അങ്ങനെയുള്ളതിനൊക്കെ 2 പാക്കറ്റ് നമ്മൾ കംപ്ലീറ്റ്ലി യൂസ് ചെയ്യണം. അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്, നമുക്കത് വെച്ച് ചെയ്യാം. ജസ്റ്റ് ഒരു സ്പൂൺ എടുത്ത് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം വിപ്പ് ചെയ്യുവാണ്. അതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് വേഗം അത് വിപ്ഡ് ആയിട്ട് കിട്ടും. സോ നമുക്ക് ഇനി ഒരു ബീറ്റർ വെച്ച് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാം. ഇതിലേക്ക് സെപ്പറേറ്റ് ഷുഗറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഈ പാക്കറ്റിൽ ഓൾറെഡി ഐസിങ് ഷുഗർ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലതായിട്ട് മധുരമുണ്ട്. ഇനി നമുക്ക് അത് വിപ്പ് ചെയ്തെടുക്കാം. അപ്പം ആദ്യം ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം വിപ്പ് ചെയ്ത് എടുക്കാൻ. ആദ്യം പതുക്കെ എന്നിട്ട് വേണം നമുക്ക് സ്പീഡ് കൂട്ടാൻ. ഇതാകുമ്പോൾ ഒരു 5 to 6 മിനിറ്റ് ടോട്ടലി ബീറ്റ് ചെയ്താൽ മതി. നമുക്ക് ഉദ്ദേശിച്ച ആ ഒരു ഇതിൽ വരും. ഇതിപ്പോൾ ഞാനൊരു 3 മിനിറ്റോളം ബീറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഈ ഒരു പരുവത്തിൽ വന്നത്. അപ്പം നമുക്കിനി കുറച്ചുകൂടെ നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു തിക്നെസ് ഇതുപോലെ തന്നെ നമ്മൾ അനക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു പീക്ക് ലെവൽ ഫോം ചെയ്യുന്നു. അതുവരെ നമ്മൾ വിപ്പ് ചെയ്യണം. അത്രയും വിപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിനകത്തേക്ക് നമുക്ക് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ക്രീമിലേക്ക് എസൻസ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു നമുക്ക് ആ ക്രീമിൻ്റെ തന്നെ ഒരു ടേസ്റ്റ് ഇല്ല, കുറച്ചൊരു വാനില ഫ്ലേവർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് വാനിലയും കൂടെ എസൻസും കൂടെ ആഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എസൻസ് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ വാനില ഫ്ലേവറാണ് ഉപയോഗിക്കുന്നത്. ഈ വാനില എസൻസിൻ്റെ ബോട്ടിലിൽ നമുക്ക് കിട്ടുന്ന ക്യാപ്പിൻ്റെ ഹാഫ് പോർഷനാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഒത്തിരി വാനില ടേസ്റ്റ് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പിന്നീട് പറയാം. അപ്പം ആദ്യമേ പറഞ്ഞിട്ട് അതിൻ്റെ ഇതാക്കുന്നില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒത്തിരി ടൈറ്റ് അല്ലാണ്ട് ലൂസായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ നമുക്ക് വിപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ വിപ്പിടെ അതുപോലെ നന്നായിട്ട് ആക്കിയെടുക്കാം. കുറച്ച് നേരം കൂടി 2-3 മിനിറ്റും കൂടെ അടിച്ചാൽ മതി. ഇനി നമുക്ക് വേണ്ടിയിരിക്കുന്ന സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സാണ്. അപ്പം നമുക്ക് എത്ര പുളി മധുരമൊക്കെ ഉള്ള എന്തൊക്കെ നല്ല ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ നമുക്കിതിൻ്റെ മണ്ടയിൽ ആഡ് ചെയ്യാം. നല്ല ചെറിയ സ്ലൈസസ് ആയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഒന്നിൻ്റെയും നമ്മൾ കുരു അങ്ങനെയൊന്നും കളയേണ്ട ആവശ്യമില്ല. ഈവൻ സ്ട്രോബെറീസ് ആണെങ്കിൽ നമുക്ക് സ്ട്രോബെറി ഞാൻ ഓറഞ്ചും കിവിയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി വേറെ ആപ്രിക്കോട്ട് അങ്ങനെ എന്തൊക്കെ ഫ്രൂട്ട്സ് കിട്ടുന്നോ അതെല്ലാം, ഇനിയിപ്പോൾ മാംഗോ സീസണാണ് നാട്ടിൽ, മാംഗോസ് ആണെങ്കിലും വെച്ചുണ്ടാക്കാം. അപ്പോൾ എല്ലാം സ്ലൈസ് ഏറ്റവും തിന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കാൻ ശ്രമിക്കണം. ഇനി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് ഐസ്ക്രീംസാണ്. ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇന്നർ പോർഷനിൽ നമ്മൾ ഇന്നർ കോറിൽ കുറേ ഐസ്ക്രീംസ് വെറൈറ്റീസ് ചേർക്കുന്നുണ്ട്. ഇത്രയും വെറൈറ്റീസ് ഐസ്ക്രീം കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഐസ്ക്രീം നിങ്ങൾക്ക് ചേർത്താൽ മതി. അപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് സ്ട്രോബെറി, മാംഗോ, ചോക്ലേറ്റ്സ് ആൻഡ് വാനില. അപ്പോൾ ഈ വാനില ഐസ്ക്രീം ഉള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യം ക്രീം മിക്സ് ചെയ്തപ്പോൾ ഒത്തിരി ഞാൻ വാനില ചേർക്കാഞ്ഞു. കാരണം നമുക്ക് ഇത് അകത്ത് ഏറ്റവും വരുമ്പം ഓരോ പീസസിലും നമുക്ക് ടേസ്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾക്കിനി ഇത്ര ഐസ്ക്രീംസ് കിട്ടിയില്ല, നിങ്ങൾക്ക് ഉള്ളത് കിട്ടിയ വാനില മാത്രമാണെങ്കിൽ അത് മാത്രം മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് ഐസ്ക്രീം അതാണെങ്കിൽ അത് ആഡ് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ ഇത്രയും ഉണ്ടെങ്കിൽ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത്രയും ഉണ്ടെങ്കിൽ അത്രയും സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. ഞാനിത് ഉണ്ടാക്കി കഴിച്ചതിൻ്റെ ഇത് വെച്ച് പറയുകയാണ്. പിന്നെ തൈര് നമ്മൾ ആഡ് ചെയ്യണം. നമ്മളൊരു കുറച്ച് ഞാനിവിടെ ചെറിയ സ്പൂണിനകത്താണ് ഞാൻ തൈര് എടുത്ത് ചെയ്യുന്നത്. 5-6 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്യാം. എന്നിട്ട് അതും ഇതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ആദ്യമാണെങ്കിൽ ക്രീം അധികം ബീറ്റ് ചെയ്തില്ല. പക്ഷേ എന്നാൽ യോഗോട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ നമുക്ക് അത്രയും ബീറ്റ് ചെയ്യാം. പക്ഷേ ഒത്തിരി ബീറ്റ് ചെയ്ത് ഓവർ ബീപ്ഡായി പോകാൻ നോക്കണം. ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ക്ലിങ് പേപ്പർ, ഇതാണെങ്കിൽ നിങ്ങൾക്കൊരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു പേപ്പറിനകത്താണെങ്കിലും റാപ്പ് ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് നമ്മുടെ കയ്യിലുള്ള ഐസ്ക്രീം എല്ലാം നമ്മൾ ഇതിനകത്തേക്ക് വെച്ചിട്ട് ഞാൻ ആദ്യം ചോക്ലേറ്റ്, മാംഗോ, സ്ട്രോബെറി, വാനില ഇങ്ങനെ ഓരോന്നായിട്ട് 1 by 1 ആയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് നമ്മൾ
ഒരു എന്താ പറയുക, ഒരു നീളത്തിൽ നമ്മൾ റോൾ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് അല്ലാണ്ട് ജസ്റ്റ് പ്ലാസ്റ്റിക് കവറിനകത്താണെങ്കിൽ റോൾ ചെയ്താൽ മതി. ഇതാണെങ്കിൽ ഈസി ആയിരിക്കും, ക്ലീൻ ടേപ്പാണ്, നമുക്കത് കഴിയുമ്പോൾ ഒന്നും ഒട്ടിയൊന്നും പിടിക്കത്തില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് റോൾ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് യോജിപ്പിക്കണം. ഇത്ര യോജിപ്പിക്കേണ്ട ആവശ്യമില്ല. ടു ബി ഫ്രാങ്ക്, ജസ്റ്റ് ഒന്ന് അടുപ്പിച്ച് വെച്ചാൽ മതി. ഞാൻ ഇച്ചിരി യോജിപ്പിച്ചപ്പോൾ തന്നെ എല്ലാം കൂടെ മിക്സായിപ്പോയി. അത്രയും ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ മറക്കാതെ ഫ്രീസറിൽ തന്നെ വെക്കണം കേട്ടോ. അല്ല ഐസ്ക്രീമൊക്കെ അലന്ന് വെള്ളം പോലെ ഇറങ്ങി വരും. ഇപ്പോൾ ഫ്രീസറിൽ വെക്കാം. അതിനുശേഷം നമ്മളൊരു പാത്രം എടുക്കുക. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് ഇതുപോലത്തെ ഈ ക്ലിങ് ടേപ്പ് എടുത്ത് നന്നായിട്ട് ഒട്ടിച്ച് എല്ലാ മൂലയിലും ആക്കി വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബേക്കിംഗ് പേപ്പർ ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് 1 by 1 ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിൽ അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഞാനാണെങ്കിൽ തിരിച്ചു മറിച്ചും ഒക്കെ വെച്ച് നോക്കുന്നുണ്ട്, എങ്ങനെയാണ് ഭംഗി വരുന്നത് എന്നൊക്കെ നോക്കുന്നുണ്ട്. അതിൻ്റെയാണ് നിങ്ങളീ കാണുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് സ്ട്രോബെറീസ്, കിവി, പിന്നെന്താ നിങ്ങൾക്ക് ആപ്രിക്കോട്ട് വെക്കാം, പിന്നെ എന്താ നമ്മുടെ അത്തിപ്പഴം വെക്കാം, അങ്ങനെ എന്തൊക്കെ വെക്കാവോ അത്രയും ഫ്രൂട്ട്സൊക്കെ വെക്കാം. നമ്മുടെ ഗ്രേപ്പ് ഫ്രൂട്ട് വെക്കാം. നല്ല ഭംഗിയായിരിക്കും ഇതൊക്കെ വെച്ച് കഴിയുമ്പോൾ. നിങ്ങളുടെ ഇത് കാണാൻ ആർക്ക് കണ്ടാലും പെട്ടെന്ന് കൊതിയൊക്കെ വരുന്ന രീതിയിലായിരിക്കും. എന്നിട്ട് നമ്മുടെ ബേസ് ലെയർ സെറ്റായി നമുക്ക് തോന്നുമ്പോൾ തന്നെ നമുക്കതിനകത്തേക്ക് കുറച്ച് ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന യോഗോട്ടും ക്രീമും കൂടെ ഉള്ള ഇത് നമുക്ക് ആഡ് ചെയ്യാം. കുറച്ച് എടുത്ത് ആഡ് ചെയ്ത് ഒന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് തട്ടി കൊടുക്കണം കേട്ടോ. എല്ലാ മൂലയിലും എത്തണം. അല്ലെങ്കിൽ ചിലപ്പം ഇതെല്ലാം ഫ്രീസ് ആയിക്കുമ്പോൾ അത്ര സെറ്റ് ആകത്തില്ല. ചിലടത്ത് കുണ്ടും കുഴിയൊക്കെ ഉണ്ടാവും. എനിക്ക് പറ്റിയതായതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. നന്നായിട്ട് വേണം ചെയ്യാൻ. ഇതിലേറെ കുറച്ച് കംപ്ലീറ്റ്ലി നന്നായിട്ട് ആക്കുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഐസ്ക്രീം അതുപോലെ വെക്കാം. എൻ്റെ ഐസ്ക്രീം ഞാൻ അത്രയും ഫ്രീസ് ആയില്ലാത്തതുകൊണ്ടാണ് പീസായിപ്പോയത്. അപ്പോൾ ഇത്രയും ചെരിച്ചോ അല്ലെങ്കിൽ നേരെ വെക്കാം. നീളത്തിലുള്ള ഒരു പാത്രമാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. നീളത്തിൽ നിന്ന് നല്ല എല്ലാ സൈഡിലും കിട്ടും. ഇതിപ്പോൾ ഇത്രത്തോണ്ടാണ് ഞാൻ ബാക്കി സൈഡിൽ ചുമ്മാ ഐസ്ക്രീം ഫില്ല് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ബാക്കിയുള്ള ക്രീമും കൂടെ അതിൻ്റെ മണ്ടയിലേക്ക് ഫില്ല് ചെയ്യുന്നു. എന്നിട്ടതാ വീണ്ടും എന്താ ചെയ്യുന്നത്, അതെല്ലാം നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ടേസ്റ്റൊക്കെ നോക്കണമെങ്കിൽ നമുക്കൊന്ന് എടുത്ത് പതുക്കെ കൈ കൊണ്ടെടുത്ത് വായിൽ വെച്ച് ടേസ്റ്റ് ചെയ്തൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം ഒന്ന് വീണ്ടും തിരിച്ച് മറിച്ച് വെക്കാൻ ഞാൻ വെച്ച് നോക്കുന്നുണ്ട്. നല്ല ഭംഗിയിലൊരു ഷേപ്പിൽ വെക്കുക. നമ്മൾ നല്ല കിട്ടുന്ന നല്ല ചെറിയൊക്കെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാം. സൂപ്പറായിരിക്കും കാണാൻ, ലുക്ക് സൂപ്പറായിരിക്കും. പിന്നെ നട്ട്സസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പം ഇത് ഓൾ സെറ്റ്. ഇനി നമ്മൾ ഫ്രീസ്